23 വയസ്സുള്ള ഇന്ത്യക്കാരി പെൺകുട്ടി. പേര് ജാൻവി കാണ്ടുല. ആന്ധ്രാപ്രദേശുകാരിയാണ്. ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികളെ അമേരിക്കയും ഇന്ത്യയുമായിട്ട് കൈമാറുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ജാൻവിയെ ബാംഗ്ലൂരിൽ നിന്ന് അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയ്ക്ക് പോയി എന്ന് മാത്രമല്ല പ്രജിത, ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. ഈ ജാൻവി ഒരു ദിവസം റോഡ് മുറിച്ച് കിടക്കുകയായിരുന്നു. വാഷിങ്ടൺ അടുത്തുള്ള സീറ്റൽ എന്ന് പറയുന്ന നഗരത്തിലാണ്. അപ്പോൾ അതിവേഗത്തിൽ വന്നൊരു പോലീസ് വാഹനം ജാൻവി ഇടിച്ചിട്ടു. അപ്പോൾ പോലീസുകാരന് അവിടെ ഏതോ ഈ ഡ്രഗ് അഡിക്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള ഫോൺ വിളി വന്നപ്പോൾ ഈ പോലീസ് ഓഫീസറായിട്ടുള്ള കെവിൻ ഡേവ് 119 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഓടിച്ചതല്ല ഞാൻ പറയാൻ പോകുന്നത്. വണ്ടി ഓടിച്ചു, വണ്ടി ഈ കുട്ടിയെ തട്ടി. ആ പ്രദേശത്ത് 40 കിലോമീറ്റർ സ്പീഡിൽ 40 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. ജാൻവി മരിച്ചു. അത് കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അമേരിക്കൻ കോടതി വിധിച്ചു. എത്ര രൂപയാണെന്നറിയോ? 262 കോടി രൂപ. വലിയ തുകയാണ് അല്ലേ? വലിയ തുകയാണ്. അപ്പോൾ ഒരു ജീവൻ്റെ വിലയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ദിവസവും എത്ര ആളുകൾ വാഹനാപകടത്തിൽ മരിക്കുന്നു. വണ്ടി ഓടിക്കുന്നവൻ്റെ കുഴപ്പം കൊണ്ട് ആണ് മിക്കവാറുമുള്ള മരണങ്ങളുണ്ടാകുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് തോക്ക് കൊണ്ടോ കത്തി കൊണ്ടോ അല്ലെ കഴുത്ത് ഞെരിച്ചോ ഒരാളെ കൊന്നാൽ വധശിക്ഷ കിട്ടും, കൊലക്കുറ്റത്തിന് പ്രതിയാവും. പക്ഷേ വളരെ എളുപ്പമാണ്. ഒരു വാഹനം ഇടിപ്പിച്ചും കൊന്നാൽ മതി. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്നാണ് അതിൻ്റെ വകുപ്പ്. അതായത് കുറ്റകരമല്ലാത്ത നരഹത്യയാണ്, കുറ്റകരമല്ല. അപ്പോൾ വണ്ടി കൊണ്ടുപോയി മനഃപൂർവ്വം ഒരാളെ ഇടിച്ചു കൊന്നാൽ പോലും അത് വരുന്നത് ഇതിൻ്റെ മർഡറിൻ്റെ പരിധിയിൽ വരുന്നില്ല. ഇത് ഉപയോഗിച്ച് ഒരുപാട് ആളുകളെ കേരളത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് BJPയുടെയും ഒക്കെ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട്, കോകിലയുടെ കഥയൊക്കെ നമുക്കറിയാം, അശ്വനിയുടെ കഥ അറിയാം. അങ്ങനെ ഒരുപാട്. നമ്മുടെ ശങ്കുട്ടിദാസിനെ അജ്ഞാത വാഹനം വന്ന് ഇടിച്ചിട്ട് നിർത്താതെ ഇന്നും ആ കേസ് തെളിഞ്ഞിട്ടില്ല. ശംഖു മരണത്തോട് മല്ലടിച്ച് ഒരുപാട് പേരുടെ, കേരളത്തിലെ ആയിരക്കണക്കിന് അമ്മമാരുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ശംഖു തിരിച്ചു വന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നോക്കൂ, ഇതിൽ മറ്റൊന്നുകൂടെ സംഭവിച്ചു. ഈ ജാൻവി കാണ്ടുല ഇന്ത്യക്കാരിയാണ്, ആന്ധ്രാപ്രദേശുകാരിയാണ്. അവൾ വണ്ടി ഇടിച്ച് വീണപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനുണ്ടായിരുന്നു. അയാളുടെ പേര് ഡാനിയൽ ഓർഡർ. ഇയാൾ ചിരിച്ചിട്ട് പറഞ്ഞാൽ അവൾക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഇവരുടെ ദേഹത്ത് ബോഡി ക്യാമറ വെച്ചിട്ടുണ്ടാണ്. ഈ ബോഡി ക്യാമറയിലൂടെ ലൈവായിട്ട് കിട്ടും. അവിടുത്തെ പോലീസ് ഈ പോലീസുകാരെ രക്ഷിക്കാൻ നോക്കിയില്ല. പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു. ഈ കമൻറ്റ് പറഞ്ഞ ഡാനിയൽ ഓർഡറെ പിരിച്ചുവിട്ടു. വാഹനമിടിപ്പിച്ച കെവിൻ ഡേവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കാരണം ഒന്നും വാഹനം ഓവർ സ്പീഡിൽ പോയി ഇടിച്ചു കൊന്നു എന്ന് മാത്രമല്ല, അവക്കത്രേ ആയുസുള്ളൂ എന്ന തരത്തിലുള്ള വളരെ നെഗറ്റീവ് കമൻറ്റും അടിച്ചു. അവിടെയാണ് അത് മാത്രമല്ല, അവിടുത്തെ സിറ്റി ഭരണകൂടം എന്താ പറഞ്ഞറിയോ? അതായത് ഇങ്ങനത്തെ കമൻറ്റെല്ലാം വന്നതോടെ ഞങ്ങളുടെ നഗരത്തിന് വലിയ മാനക്കേടുണ്ടായി, നമ്മുടെ നഗരത്തിന് വലിയ മാനക്കേടുണ്ടായി എന്ന് പറഞ്ഞ് അവർ ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടാണ് ഇത്ര ഭീമമായ തുക ജാൻവി കാണ്ടുലയുടെ മാതാപിതാക്കൾക്ക്, ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം കോഴ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഡിസംബറിൽ ജാൻവി മാസ്റ്റേഴ്സ് നേടി തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ടതായിരുന്നു. അപ്പോൾ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു. അവരുടെ അപ്പോൾ കോടതി പറഞ്ഞതെന്നറിയോ? വലിയ വേദനാജനകമായ സംഭവമാണ് ഉണ്ടായത്. പക്ഷേ അവരുടെ കുടുംബത്തിന് ഒരു ചെറിയ സഹായമെങ്കിലും നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയിലെ ഈ സീറ്റലിലെ ഈ കോടതി ഈ തുക നഷ്ടപരിഹാരമായി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ലൈവ് ഈ വാർത്ത പ്രേക്ഷകരോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് വലിയ തുകയാണ്, നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത. നമ്മുടെ ഇവിടെയൊക്കെ ഒരു മോട്ടോർ ആക്സിഡൻറ്റ് ഉണ്ടായാൽ MACTയിൽ കേസ് നടത്തി പണ്ടാറടങ്ങി അവസാനം എന്തെങ്കിലും കിട്ടിയാലായി അതിൽ പകുതി വക്കീലും കൊണ്ടുപോകും എന്നൊക്കെയാണ് ആക്ഷേപം ആളുകൾ പറയുന്നത്. ഇങ്ങനെ വലിയ പാടാണ് കേരളത്തിലും ഇന്ത്യയിലും. പക്ഷേ അമേരിക്കയിൽ നോക്കൂ, അവർ സർക്കാരും ജില്ലാ ഭരണകൂടം തന്നെ മുന്നിട്ടെടുത്ത് അവർക്ക് നാണക്കേടുണ്ടായി എന്ന് പറയുന്നു, വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കുന്നു. ഇതൊരു വലിയ മാതൃക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും അധികൃതർ പറയോ, ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പറഞ്ഞു ഇവരുടെ പ്രവൃത്തി ഞങ്ങളുടെ വകുപ്പിന് നാണക്കേടുണ്ടാക്കി. അപ്പോൾ അവർ വേണമെങ്കിൽ പറയാം, ഈ കെവിൻ ഡേവ് 119 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിച്ചു പോയത് ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ പ്രശ്നം ഉണ്ടാക്കുന്ന വിളി വന്നപ്പോൾ ഞാൻ പാഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് ഒഴിവായിപ്പോൾ. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ പ്രൈസ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. കാരണം ഓരോ ജീവനും വിലയേറിയതാണ്.
അപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത, നമുക്ക് പണം പോയാൽ, ആരോഗ്യം പോയാൽ തിരിച്ചെടുക്കാം. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ തിരിച്ചു പിടിക്കും. ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ ഓരോ രാജ്യത്തും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ ഓരോ ദിവസവും എത്ര ആളുകളാണ് റോഡപകടത്തിൽ മരിക്കുന്നത്. ഇത് മഹാഭൂരിപക്ഷവും സംഭവിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ വണ്ടി ഓടിക്കൽ. കഴിഞ്ഞ ദിവസം ഡൽഹി കണ്ടില്ലേ, റോഡിലെ കുഴിയിൽ വീണിട്ട് ബൈക്കുകാരൻ മരിക്കുന്നു. നമ്മുടെ ഇവിടെയും കൊച്ചിയിലും സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വീഴ്ചക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ഒരു പൈസ നഷ്ടപരിഹാരം കിട്ടാറുണ്ടോ? ഒന്നുമില്ല. എങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാം എന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ നോക്കുന്നത്. അപ്പോൾ ഒരു വലിയ പ്രധാനപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബത്തിന് പോയി എന്ന് കരുതുന്നിടത്താണ് അമേരിക്കയിലെ സീറ്റലിലെ ഈ കേസ് വരുന്നത്. വേണമെങ്കിൽ അവർക്ക് മറ്റൊന്ന് പറയാമായിരുന്നു, ഈ കുട്ടി അമേരിക്കക്കാരിയൊന്നുമല്ല, ഇന്ത്യക്കാരിയാണ്, ഇവിടെ പഠിക്കാൻ വന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അത് ഒഴിവാക്കുകയോ അലസുകയോ അല്ലെങ്കിൽ നാമമാത്രമായ എന്തെങ്കിലും തുക കൊടുത്ത് പറഞ്ഞയക്കുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന സാധനത്തിന് ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്, നിയമ സംവിധാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ട്. അതെന്താണെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ജാൻവി കാണ്ടുലയുടെ ഈ കേസ്. കാരണം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ ഇനി എത്ര കാലം ജീവിച്ചിരിക്കേണ്ടതാണ്, അവളുടെ ജീവിതകാലത്ത് അവൾ എന്തൊക്കെയായി മാറേണ്ടതാണ്, ഇങ്ങനെയൊക്കെ കണക്കാക്കിയിട്ടാണ് അവിടെയൊക്കെ തീരുമാനം. നമ്മുടെ ഇവിടെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഈ മോട്ടോർ വാഹന അപകടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തും പലതവണ ഞാൻ പറഞ്ഞു ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഇരയാകുന്ന ആളുകളുടെ കുടുംബത്തിന് പോയി എന്നല്ലാണ്ട് അതൊരു വലിയ തീരാ ദുഃഖവും തീരാ നഷ്ടവും കൂടിയാണ്. ആ കുടുംബം പിന്നെ എങ്ങനെ ജീവിക്കും അങ്ങനെ അനാഥമായി പോയ, നശിച്ചു പോയ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ പേരിലുണ്ട്. പിന്നെ അപകടത്തിൽ പറ്റി വൈകല്യങ്ങളുണ്ടായി അംഗഭംഗം വന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ അമേരിക്കയുടെ ഈ വാർത്ത എടുത്ത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നാളെ നമ്മുടെ പത്രങ്ങളിലും ചാനലിലൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇങ്ങനൊരു വാർത്ത ഉണ്ടായിരിക്കുന്നു, ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഒരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ആളുകളുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കാരണം എന്നും നമ്മുടെ ഏത് ദിവസത്തെ പത്രം തുറന്നാലാണ് അപകട മരണങ്ങൾ ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പക്കലും ഇൻഷുറൻസ് കമ്പനികൾക്കൊക്കെ കുറച്ചുകൂടെ ഉദാരമായ നിലപാടെടുക്കുകയും, നമ്മുടെ എവിടെയാണെങ്കിൽ പോലീസുകാരെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെ DGP ഉൾപ്പെടെ സകലരും ഇടപെടുമായിരുന്നു. അവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് എന്താണ് ജീവൻ നഷ്ടപ്പെടും. നോക്കൂ, നമ്മുടെ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ ആളുകളെ തല്ലിയ കേസുണ്ടല്ലോ, അതിനുവേണ്ടി വിവരാവകാശ പ്രകാരം നമ്മൾ CCTV ദൃശ്യങ്ങൾ ചോദിക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെ വന്ന് അവസാനം വർഷങ്ങൾ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് നമുക്ക് പോലീസ് നടത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള രേഖകൾ, വിഷ്വൽസ് പോലും കിട്ടുക. അപ്പോൾ ഇവിടെ അധികാരി വർഗത്തിന് അല്ലെങ്കിൽ ബ്യൂറോക്രസിക്ക് വലിയ സ്വാധീനമുണ്ട്. അവരെന്ത് കുറ്റകൃത്യങ്ങളെയും പതുക്കി വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ദുരന്തമാണ്. അപ്പോൾ റോഡപകടങ്ങൾ എന്ന് പറയുന്നത് മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്നു, ആളുകളെ കൊല്ലാൻ. നേരത്തെ പറയുന്നത് വലിയ എളുപ്പമാണ്. ഒരു വണ്ടി എടുക്കുക, കൊല്ലേണ്ടവൻ 2 വീലറിലോ നടന്നു പോകുമ്പോൾ കൊണ്ടിടിച്ച് കയറ്റുക, ഇത്രയേ ഉള്ളൂ. പിന്നെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, ജാമ്യം കിട്ടി കൂളായിട്ട് ഇറങ്ങി നടക്കും. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. ഏതായാലും ജാൻവി കാണ്ടുലയുടെ കേസ് ഒരുപക്ഷെ ഇത്ര ഹ്യൂജ് എമൗണ്ട് നഷ്ടപരിഹാരം കിട്ടിയ കേസായതുകൊണ്ട് നാളത്തെ മാധ്യമങ്ങളിൽ വരുമായിരിക്കാം. പക്ഷേ ഈ 262 കോടി കിട്ടിയതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ നഷ്ടം ഇല്ലാതാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവർ US പോയി പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ ആ കുടുംബം ഒരുപാട് പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ മരണാനന്തരം ജാൻവി തൻ്റെ കുടുംബത്തിനെയും തൻ്റെ പ്രിയപ്പെട്ട ആളുകളെയും വീണ്ടും അവൾ ജോലി ചെയ്ത് കുടുംബം നോക്കാമെന്നായിരിക്കും വെച്ചിരുന്നത്, സഹായിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഏതായാലും റോഡപകടങ്ങൾ ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ഒരു യുദ്ധത്തിലുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുന്നുണ്ട്, ജീവൻ എടുക്കുന്നുണ്ട്. പക്ഷേ അതിന് അങ്ങനെ ഇരയാവുന്നവരുടെ കുടുംബങ്ങൾ അനാഥമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആക്സിഡൻറ്റിൽ പെടുന്നവർക്ക് വേണ്ടി 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കും. ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും നമുക്കും നമ്മുടെ റോഡ് സുരക്ഷാ സംബന്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഒന്ന് മാറി വരണം. ഏതായാലും മോദിജി കുറേ കാര്യങ്ങൾ ചെയ്തു, ഇനിയും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് ആശിക്കാം. ജാൻവി കാണ്ടുലയുടെ കഥ അല്ലെങ്കിൽ ആ വാർത്ത വരുമ്പോഴെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം.
ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.